നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രൂലി എൻഡ് ഓഫ് ആൻ എറ. ഒഫീഷ്യലി വീഡിയോ ഇറക്കിക്കൊണ്ട് മോസല പ്രഖ്യാപിച്ചു ലിവർപൂൾ വിടുകയാണ്. ഈ സീസൺ അവസാനത്തോടുകൂടി അദ്ദേഹം ലിവർപൂൾ വിടും. പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ലിവർപൂൾ അത് സമ്മതിച്ചു കഴിഞ്ഞു. ഏതായാലും ഒരു കാലഘട്ടം ലിവർപൂളിൽ അവസാനിക്കുകയാണെന്ന് പറയേണ്ടി വരും. 2 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ അദ്ദേഹം അവർക്കൊപ്പം നേടി. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ്, പഴയ ഫോർമാറ്റിലുള്ള ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു. യുവേഫ സൂപ്പർ കപ്പിലും FA കപ്പിലും കിരീടം ചൂടി. 2 തവണ ലീഗ്സ് കപ്പിൽ മുത്തമിട്ടു. FA കമ്മ്യൂണിറ്റി ഷീൽഡിൽ മുത്തമിട്ടു. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിൻറ്റിന് ശേഷം അദ്ദേഹം ഇതാ ലിവർപൂൾ വിടുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സലയുടെ ലിവർപൂൾ കാലഘട്ടം നമ്മളൊന്ന് സംക്ഷിപ്ത രൂപത്തിൽ പറഞ്ഞാൽ 435 മത്സരങ്ങളാണ് അദ്ദേഹം അവിടെ കളിച്ചത്. 396 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തു. 255 ഗോളുകൾ, 119 അസിസ്റ്റുകൾ, അതായത് 374 ഗോൾ കോൺട്രിബ്യൂഷൻസ്. 94 മിനിറ്റുകൾ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എടുത്ത ആവറേജ് സമയമാണ്. 94 മിനിറ്റ്സ് പെർ ഗോൾ കോൺട്രിബ്യൂഷൻ. 195 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 766 കീ പാസുകൾ, 625 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ, 17 പെനാൽറ്റീസ് വിൻ ചെയ്തു. 8 കിരീടങ്ങൾ അവിടെ ചൂടിയിട്ടാണ് അദ്ദേഹം ഈ സീസണിനൊടുവിൽ ക്ലബ്ബ് വിടുന്ന കാര്യം ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും താരത്തിന് പോകാം എന്നുള്ള കാര്യം ലിവർപൂളും സമ്മതിച്ചു. അദ്ദേഹം ഒഫീഷ്യലായിട്ട് ഒരു വീഡിയോ ഒക്കെ ഇറക്കി. അതിൽ അദ്ദേഹം പറയുന്നത്, ഐ വാണ്ട് ടു സ്റ്റാർട്ട് ബൈ സേയിങ് ദാറ്റ് ഐ നെവർ ഇമാജിൻ ദിസ് ക്ലബ്, ദിസ് സിറ്റി, ദിസ് പീപ്പിൾ വുഡ് ബിക്കം പാർട്ട് ഓഫ് മൈ ലൈഫ്. അത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഇവിടെ എത്തുമെന്ന്, ഈ ക്ലബ്ബിൽ, ഈ സിറ്റിയിൽ എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ലിവർപൂൾ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഫുട്ബോൾ ക്ലബ്ബ് മാത്രമല്ല, അതൊരു പാഷനാണ്, അതൊരു ചരിത്രമാണ്, അതൊരു സ്പിരിറ്റാണ്. എനിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് ക്ലബിൻ്റെ ഭാഗമല്ലാത്ത ഒരാളോടും എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കിരീടങ്ങൾ ചൂടി. നമ്മൾ ഒരുമിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ നമ്മൾ പൊരുതി മുന്നോട്ട് പോയി. എല്ലാവരോടും, ഈ ക്ലബിൻ്റെ ഭാഗമായിരുന്ന എൻ്റെ സമയത്ത്, എസ്പെഷ്യലി ടീംമേറ്റ്സ്, കഴിഞ്ഞു പോയ ടീംമേറ്റ്സ്, ഇപ്പോഴുള്ള ടീംമേറ്റ്സ്, ഫാൻസ്, എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് വാക്കുകളില്ല. ഐ ഡോണ്ട് ഹാവ് ഇനഫ് വേർഡ്സ്. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള ആ ഒരു സപ്പോർട്ട്, തീർച്ചയായിട്ടും എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ടൈം, നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റവും ടഫായിട്ടുള്ള സമയത്തും നിൽക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും സംതിങ് ഐ വിൽ നെവർ ഫോർഗെറ്റ്, സംതിങ് ഐ വിൽ ടേക്ക് വിത്ത് മീ ഓൾവേസ് എന്നുകൂടി സല പറഞ്ഞു വെക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വിട പറയുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമല്ല. ലീവിങ് ഈസ് നെവർ ഈസി. നിങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എനിക്ക് നൽകി. എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളിൽ ഒരുവനായിട്ടുണ്ടാകും. ഈ ക്ലബ്ബ് എല്ലായ്പ്പോഴും എൻ്റെ വീടായിരിക്കും, എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വീടായിരിക്കും. താങ്ക് യു ഫോർ എവറിത്തിങ്. ബിക്കോസ് ഓഫ് ഓൾ ഓഫ് യു ഐ വിൽ നെവർ ബാക്ക് അലോൺ എന്ന് പറഞ്ഞുകൊണ്ട് സല അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും സലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫ്രീ ട്രാൻസ്ഫറിലാണ് ക്ലബ്ബ് വിടാൻ പോകുന്നത്. അദ്ദേഹത്തിന് 2027 ജൂൺ വരെ യഥാർത്ഥത്തിൽ കോൺട്രാക്റ്റ് ഉണ്ട്. എന്നാൽ സല തനിക്ക് പുതിയ ഒരു ചലഞ്ച്, പുതിയൊരു ചാപ്റ്റർ തൻ്റെ ജീവിതത്തിൽ വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ലിവർപൂൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ സീസണിനൊടുവിൽ താരം ക്ലബ്ബ് വിട്ടു പോകും. അദ്ദേഹം എങ്ങോട്ട് എന്നുള്ള ചോദ്യമുണ്ട്. അതിന് പക്ഷേ ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് റാമി അബ്ബാസ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്കറിയില്ല മോസല അടുത്ത സീസണിൽ എവിടെ കളിക്കുമെന്ന്, ഞങ്ങൾക്കെന്നല്ല ആർക്കും ഇതുവരെ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം എങ്ങോട്ട് മോസല എന്നൊരു ചോദ്യമാണ്. പക്ഷേ ലിവർപൂൾ വിടുമെന്ന് ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.